കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യന്റെ മരണമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിലെയും മെയിൻസ്ട്രീം മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. പല ആംഗിളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നിരുന്നാലും 2 ദിവസം മുന്നേ കോളേജിൽ വെച്ച് തന്നെയാണ് നിതിൻ രാജ് ജീവൻ ഒടുക്കിയിട്ടുള്ളത് അല്ലെ. കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആള് മരിക്കുകയും ചെയ്തു. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കൂടുതൽ ആളുകളും എടുത്തു പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ കോളേജിലെ ടീച്ചേഴ്സിൽ നിന്നും നേരിടേണ്ടി വന്ന ടോർച്ചറിംഗ് ആണ്. പ്രത്യേകിച്ച് റാം എന്ന് പറയുന്ന ഒരു സാറിൽ നിന്നും അവന് നേരിടേണ്ടി വന്നത് എക്സ്ട്രീം ടോർച്ചറിംഗ് ആണ്. പിന്നെ അതുകൂടാതെ മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്. ഈ ലോൺ ആപ്പ്, ഹണി ട്രാപ്പ് പോലെയുള്ള സംഗതികളെല്ലാം നിതിൻ രാജിന്റെ മരണത്തിൽ ഇൻവോൾവഡ് ആണ് എന്നുള്ളതാണ്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ തന്നെ ഡീറ്റെയിൽ ആയി തന്നെ ചർച്ച ചെയ്യാം. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നിതിൻ രാജിന്റെ ടീച്ചേഴ്സിന്റെ കാര്യം എടുക്കാം. പ്രധാനമായും 2 ടീച്ചേഴ്സിനെതിരെയാണ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആദ്യത്തെ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ തന്നെ റാം, രണ്ടാമത്തെ ടീച്ചർ സംഗീത എന്ന് പറഞ്ഞൊരു മിസ്. ഇതിൽ റാം എന്ന് പറയുന്നവൻ ശരിക്കും ഒരു മനുഷ്യനാണോ അതല്ലെങ്കിൽ മൃഗമാണോ എന്ന് തോന്നിപ്പോകും. ആ രീതിയിലായിരുന്നു അയാൾ കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ റാമിൽ നിന്നും ഒരുപാട് ടോർച്ചറിംഗിന് ഇതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ടോർച്ചറിംഗ് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അതെല്ലാം കണ്ട് ചിരിച്ച് റാമിന് ടോർച്ചറിംഗ് ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് സംഗീത മാമിനെതിരെ ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ഈ 2 ടീച്ചേഴ്സിനെതിരെ വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിതിൻ രാജ് മരിക്കുന്നതിന് മുമ്പ് തന്റെ സുഹൃത്തിന് അയച്ചൊരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പിൽ റാമിനെ കുറിച്ച് നിതിൻ രാജ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ. കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ച്, ഒരു പരിധിവരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ. കേട്ടല്ലോ, ഇതൊക്കെയാണ് റാമിനെ കുറിച്ച് ഈ നിതിൻ രാജ് പറയുന്നത്. ഇതിൽ വ്യക്തമായി നിതിൻ രാജ് പറയുന്നുണ്ട് അല്ലേ, റാം തന്നോട് കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഇതെന്തോന്നുള്ള ഗുണ്ടാ സെറ്റപ്പോ? ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനോട് പറയുന്ന ഡയലോഗാണത്, നിന്റെ കാല് വെട്ടും കൈ വെട്ടും എന്നൊക്കെ ഉള്ളത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാമല്ലോ ഇയാൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത്. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിതിൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി കേൾപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി റാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇയാൾ കോളേജിലേക്ക് വരുന്നത് കുട്ടികളെ പഠിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് മതം പറയാനും കുട്ടികളെ ടോർച്ചർ ചെയ്യാനും വേണ്ടി മാത്രമാണ്. ഒന്നും വേണ്ട, ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു അനുഭവങ്ങളൊന്ന് കേട്ടു നോക്കി. അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ പേര് MK റാം. അന്ന് തൊട്ട് ഇതിനെ കേൾക്കാം. അന്ന് തൊട്ട് നമുക്കൊരു ഉള്ളിലൊരു പേടിയും, സീനിയേഴ്സ് ചേച്ചിമാരും ചേട്ടന്മാരും പറയുന്നു ഒരാളുണ്ട് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഓക്കെ, നാളെ വരും മറ്റന്നാൾ വരും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എണ്ണിയിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പോൾ വന്നു കയറി എന്താ ഫസ്റ്റ് ക്ലാസ് എന്താ നടന്നതെന്ന് പോലും ഒരു പിടിയില്ല. വന്നു ഗീത, ബൈബിൾ, ഖുറാൻ, ഈ സംഭവത്തെ പറ്റി എന്തൊക്കെയോ സംസാരിച്ചു, എന്തൊക്കെയോ കുറ്റങ്ങളും പറഞ്ഞു, ഖുറാനെ എന്തൊക്കെയോ പറഞ്ഞു, മുസ്ലിം കുട്ടികളെ എന്തോ പറഞ്ഞു, ബോഡി ഷേമിങ് ചെയ്ത് പുള്ളിക്കാരൻ പോയി. നമ്മളിങ്ങനെ ഓക്കെ എന്താ ഇതെന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മളെല്ലാം നിന്നു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഓക്കെ ഇതായിരിക്കും അടുത്ത പറയാൻ പോണേ എന്നുള്ള രീതിയിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓക്കെ തള്ളുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഈ ഒരു ദിവസങ്ങൾ കഴിയുമ്പം ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ ഓക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവണം. അല്ലാതെ എന്താണ് സൈക്കോ പോലെയാ, സൈക്കോ വേണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആ രീതിയിലാണ് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയും, ഒരാളെ മാത്രമല്ല എല്ലാവരെയും നല്ല രീതിക്ക് ടോർച്ചർ ചെയ്യുന്നത്. ബോഡി ഷേമിങ്ങും റിലീജിയസ് ആയിട്ടുള്ള ഓരോ ടോക്കും എല്ലാം കൊണ്ടും പറ്റാത്ത അവസ്ഥയായിപ്പോ, ഒട്ടും പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. നിങ്ങളുടെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ MK റാമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായി കണക്കാക്കാൻ, അതായത് സാറെന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ല? എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. ഇപ്പോ ഒരു കുട്ടിയുടെ ജീവൻ കളഞ്ഞ ആളെ എന്താ ചെയ്യേണ്ടത്? നമുക്കൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനും ഒന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കാനും കുട്ടികളെ സങ്കടങ്ങളും എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അറിയാവൂ. ഈ കോളേജ് വന്നപ്പം ഈ ഒരു സാറിനെ കാണും, ഈ പുള്ളിക്കാരനെ കാണുമ്പം നമ്മൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്? ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും ഈ സാറുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പേടിയാണ്.
കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇയാൾക്ക് ആകെ അറിയുന്ന പരിപാടി മതം പറയുക, കുട്ടികളെ ബോഡി ഷേമിങ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് ഇയാൾ ഇടയ്ക്കിടെ വീമ്പ് പറയും പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കോളേജിൽ വന്നിട്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ വീമ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളത് ഇതൊന്നല്ല കേട്ടോ. ഇയാളുടെ മെയിൻ ഏരിയ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് ബോഡി ഷേമിംഗ് ആണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്റ്റുഡൻസിനെ ബോഡി ഷേമിംഗ് ചെയ്യലാണ് ഇയാളുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. ഇയാളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ വിളിക്കുന്നത് പേരല്ല, മറിച്ച് അവരുടെ ബോഡിയിലുള്ള ചില സ്പെസിഫിക്കേഷൻസ് ആണ്. ഫാറ്റ്, ലീന്, ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇയാൾ അഭിസംബോധന ചെയ്യുന്നത്. ഇത് കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇയാൾക്കെതിരെ കംപ്ലൈന്റും ചെയ്തതാണ്. ഒരു വട്ടം ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പണിഷ്മെന്റും കിട്ടിയതാണ്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. തലയിൽ അടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. കുറച്ച് നാളത്തേക്കും അധികം ഇതുപോലെ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് അതേപറ്റി സംസാരിക്കുകയും എന്തിനാണ് അങ്ങനെ കൊടുത്തത്, നിങ്ങളാണോ കൊടുത്തത്, ആരെ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ പല ബാച്ചുകളിലായിട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്. ഇപ്പൊ ആള് ഡാർക്ക്, ലീൻ, ഫാറ്റി, അങ്ങനെ പല പേരുകളിലും പുള്ളി പറഞ്ഞു. അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഒരു ക്ലാസ്സിൽ വന്നിട്ട് അപ്പൊ തിരിച്ച് ഈ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് നിന്റെ പേരറിയില്ല, എനിക്ക് നിന്റെ പേരറിയില്ല, അപ്പൊ ഞാൻ നിന്നെ എന്താ വിളിക്കുന്നത്, നീ ഡാർക്ക് അല്ലേ, നീ ഫാറ്റി, പിന്നെ ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വളരെ പേരൻസ് മീറ്റിംഗിൽ ഉൾപ്പെടെ പേരൻസ് വരുമ്പോൾ പോലും വളരെ മോശമായിട്ടാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ആ റൂമിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പേപ്പറുകൾ വലിച്ചെറിയുക, ഇതാണ് നിങ്ങളുടെ മാർഗം, അവള് എന്താ വൈവ കംപ്ലീറ്റ് ആക്കില്ല, അവൾ എക്സാം എഴുതില്ല, അങ്ങനെ പല രീതികളും പറഞ്ഞ് നമ്മുടെ പേരൻസിനെ ഉൾപ്പെടെ ഇമോഷണലി തളർത്തുന്നുണ്ട്. അപ്പൊ മേ ബി പുള്ളി വിചാരിക്കുന്നത് ഇറങ്ങുമ്പോഴത്തേക്കും പേരൻസ് നമുക്കെതിരെ തിരിയുന്നതാണ്. പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ പേരൻസ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പേരൻസിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചാണ് പേരൻസിനോട് സംസാരിക്കുന്നത്. ഓഡിയോയിൽ പുറത്തു വന്ന പോലെ ആളുകളുടെ സാമ്പത്തികാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികാവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഒരു ടീച്ചർ ആവുള്ള ഒരു ക്വാളിറ്റി ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഇയാൾ കാരണം അവിടെ പഠിക്കാൻ വരുന്ന ഓരോ സ്റ്റുഡന്റും നരക ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുത്തൻ ഒരു ടീച്ചർ എന്ന് പറയാൻ പറ്റും. ഇനിയും ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഈ ബോഡി ഷേമിങ്ങിനും മതം പറച്ചിലിനും പിന്നാലെ ഇയാളുടെ മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ അടിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്തൊക്കെയോ ക്രൂര വിനോദങ്ങളാണ് ഇയാൾക്കുള്ളത്. ഇയാൾക്കുണ്ടല്ലോ സൈക്കോ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. അതിനെക്കുറിച്ചും ഒരു പെൺകുട്ടി പറഞ്ഞങ്ങളൊന്ന് കേട്ടു. പുള്ളി ഇപ്പൊ റാം എന്ന് പറഞ്ഞ HOD അല്ലെ അക്യൂസ്ഡ് ആയിട്ടുള്ള HOD കാരണമാണോ അവൻ മരിച്ചത് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സത്യമാണ്. അത് കാരണമാണോ അവൻ മരിച്ചത് നമുക്കറിയില്ല. പക്ഷെ ആ കാര്യങ്ങൾ തികച്ചും സത്യമാണ്. കളറിന്റെ പേരിൽ, നമ്മളുടെ ബോഡി ഷേപ്പിന്റെ പേരിൽ ഒക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഉണ്ട്. ഒരു ഫസ്റ്റ് ഇയറിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തേർഡ് ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഞാനൊരു ഉത്തരം പറഞ്ഞ പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉറക്കെ പറഞ്ഞു പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല, ഞാൻ പെൺകുട്ടിയാണ്. അടിച്ചാൽ പോലും എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചെറുക്കിനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പൊ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കിന് സഹായസ്ഥനാണ് on behalf of the whole class and him. അപ്പം അങ്ങനെ ഷൂട്ടിലടിക്കുന്നു പറഞ്ഞു. ഷൂട്ടിലടിച്ചു. ഞാൻ അവിടെ ചിരിച്ചു നിന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ നമ്മൾ ചിരിച്ചിങ്ങനെ നിൽക്കണം. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു. പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടുത്തെ ഓരോ പാരന്റ്സും സ്റ്റാഫിനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അവർ കംപ്ലൈന്റ് ചെയ്യാത്തത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ്. ഞാൻ അടക്കം പറഞ്ഞു വേണ്ട, ഇവിടെ ഒരു പ്രശ്നമാക്കാൻ വയ്യ, പുള്ളി പ്രാക്ടിക്കൽസ് പൊട്ടിക്കും. പുള്ളി അതാണ് അത്രയുമാണ് അയാളുടെ ടോർച്ചറിങ് എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ആയിട്ടും സ്റ്റുഡൻസ് എല്ലാവരും ഇയാൾക്കെതിരെ മൗനം പാലിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇയാൾ ഇന്റേണൽ മാർക്സിൽ നന്നായി കൈകടത്തും. ഇയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ കാര്യം അധോഗതിയാണ്. അവന് പിന്നെ ഇന്റേണൽ മാർക്ക് നോക്കണ്ട. ഇന്റേണൽ മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പാസ്സാവാൻ പ്രയാസമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ 3-4 വർഷമല്ലേ സഹിച്ചേക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും മൗനം പാലിച്ചിരിക്കും. പക്ഷെ അത് തന്നെ അയാൾ ഒരു തുറപ്പിച്ചീട്ടാക്കി എടുത്ത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ നീളുന്നു റാമിന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി റാമിനെ കൂടാതെ മറ്റൊരു പേരും കൂടി മരിക്കുന്നതിന് മുമ്പ് ഇതിന് പരാമർശിച്ചിട്ടുണ്ട് അല്ലെ, സംഗീത എന്ന് പറയുന്ന ഒരു മാമിനെ കുറിച്ച്. അവര് റാം തന്നെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് റാമിന് ടോർച്ചറിങ് എല്ലാം കണ്ട് ചിരിച്ച് നിന്നു എന്നുള്ളതാണ് സംഗീതക്കെതിരെ നിതിൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ സംഗീത മാമിനെ കുറിച്ച് സ്റ്റുഡൻസിനെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ. ഒരു സ്റ്റുഡന്റ് പറയണങ്ങളൊന്ന് കേട്ടു. സംഗീത മാമിന് അങ്ങനത്തെ ഒരു ഇതും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി മാമിനെ അറിയാം. മാം ഇതുവരെ കളർ പറഞ്ഞിട്ട് മാമിന് ഒന്നും റേസ് ആവ പോലും ഇല്ല. മാം ഒരിക്കലും അങ്ങനെ അവന്
അവൻ ആ വോയിസ് മെസ്സേജിൽ സംഗീത മാം കളർ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. സംഗീത മാം നോക്കി നിന്നു. അത് പുള്ളിക്കാരിക്ക് അതേ പറ്റുള്ളൂ. കാരണം പുള്ളി ഈ റാം എന്ന് പറഞ്ഞ ആൾ HOD ആണ്. സംഗീത മാമിന് ഒരിക്കലും HODന്റെ അടുത്ത് സാർ ഇതിങ്ങനെ സംസാരിക്കരുത്, മേ ബി ഉള്ളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ സംസാരിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് സംഗീത മാമിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ റാമിനെ കുറിച്ച് ഒരു ഒറ്റ ആൾക്കും നല്ല അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. ഇയാൾ ഒരു നീചനും വൃത്തികെട്ടവനുമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതോടുകൂടി റാമിന്റെ കാര്യം തീരുമാനമായി കിട്ടി. അയാൾ കോടതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതെല്ലാം ആൾക്കാരുടെ കണ്ണിപ്പൊടിയിടാനുള്ള ഒരു താൽക്കാലിക സസ്പെൻഷൻ മാത്രം. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇയാൾ വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വരും, പഴയ പരിപാടി തുടരുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് അല്ലെ. എന്തായാലും ഇയാളുടെ ചെയ്തികൾ പുറം ലോകം അറിഞ്ഞല്ലോ, അതെന്നെ നല്ല കാര്യം. ഇനി ഇയാൾ കുറച്ചൊന്ന് അടങ്ങിക്കോളൂ. ഇതൊരു റാമ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ പല കോളേജുകളിലും ഇത്തരത്തിൽ ഒരുപാട് റാമുമാരുണ്ട് എന്നുള്ളതാണ്. എനിവേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിതിന്റെ മരണത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ടീച്ചേഴ്സിൽ നിന്നുള്ള ടോർച്ചറിങ് മാത്രമല്ല അവന്റെ മരണകാരണമായി നമുക്ക് പറയാനുള്ളത്. അതുകൂടാതെ മറ്റു പല ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹണി ട്രാപ്പും ലോൺ ആപ്പും. അതിൽ ആദ്യമായി നമുക്ക് ഹണി ട്രാപ്പിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഈ പറഞ്ഞ നിതിൻ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ചേർന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു ഫേക്ക് ID ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഐഡിയിൽ ഒരു മധ്യവയസ്കനുമായി ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാറ്റ് ചെയ്യുകയും അയാളിൽ നിന്നും പ്രണയം നടിച്ച് ഒരുപാട് പണം തട്ടുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള ആരോപണവും നിതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ആ മധ്യവയസ്കന് പണം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അയാൾ ഇതിന് പിറകിൽ നിതിനാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. അങ്ങനെ നിതിൻ അഡ്രസ്സ് തപ്പി ഇയാൾ എത്തിയത് നിതിൻ പഠിക്കുന്ന കോളേജിലാണ്. അവിടെ വന്ന് ഇയാൾ പ്രശ്നം ഉണ്ടാക്കുകയും അത് കാരണം നിതിന് കോളേജിൽ നിന്നൊരു വാണിംഗ് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം. അങ്ങനെ ഒരു പരാതി ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷേ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും, പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും, പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകൾ ഈ പോലീസ് സ്റ്റേഷൻ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകളുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തു. ഓക്കെ, അതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ നിതിൻ കോളേജിൽ കയറിയ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നിതിൻ ഈ പരിപാടിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നിതിന്റെ അമ്മക്ക് വയ്യാതായി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. അത് കാരണം നിതിന് കുറച്ച് പണം അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു. ഒരു 15,000 രൂപയോളം അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി നിതിൻ എന്താക്കി, ഒരു ലോൺ ആപ്പിൽ കയറി പണം പലിശക്ക് എടുത്തു. ഏകദേശം 15,000-ഓളം രൂപയാണ് നിതിൻ പലിശക്ക് എടുത്തത്. നമുക്കറിയാം ലോൺ ആപ്പുകാരുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. ഇവര് 15,000 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് ഇവര് തിരിച്ചു വാങ്ങിക്കും. അമ്മാതിരി വട്ടിപ്പലിശാണ് ഇവർ ഈടാക്കുന്നത്. ഇനി ഇവര് പറയുന്ന തുക പറയുന്ന സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്നും നമ്മൾ പണം വാങ്ങിക്കുന്ന സമയത്ത് അവർ നമ്മുടെ കോൺടാക്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അത് എലോ കൊടുത്താൽ മാത്രമേ നമുക്ക് അവർ പണം തരത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോണിലുള്ള മുഴുവൻ കോൺടാക്റ്റും അവരുടെ കയ്യിലുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്ന തുക പറയുന്ന സമയത്ത് തിരിച്ചടിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മുഖം വെച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മുടെ കോൺടാക്ട്സിലേക്ക് ഇവർ അയച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളെ കുറിച്ചുള്ള പല മോശം കഥകൾ ഇവർ പ്രചരിപ്പിക്കും. നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇത് കാരണം എത്രയോ ആളുകളുടെ ജീവിതം പൊരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം ഡേഞ്ചർ ആണ് ഈ പറഞ്ഞ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത്. എന്തായാലും അതേപോലുള്ള ഒരു ആപ്പിൽ നിന്നും 15,000-ഓളം രൂപ നിതിൻ അമ്മയുടെ ചികിത്സ ആവശ്യങ്ങൾക്കായി എടുത്തു. പക്ഷെ അവർ പറയുന്ന തുക പറഞ്ഞ സമയത്ത് നിതിന് തിരിച്ചടക്കാൻ പറ്റിയില്ല. അത് കാരണം പിന്നീട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ പണം തിരിച്ചടക്കാൻ വേണ്ടി നിതിനെ ഫോൺ വിളിക്കാൻ തുടങ്ങി. നിതിനാണെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ വിളിക്കുന്ന ഫോണൊന്നും അറ്റൻഡ് ചെയ്യാതെയായി. അങ്ങനെ വരുമ്പോൾ പലിശന്റെ ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, നിതിന്റെ കോൺടാക്ട്സിലുള്ള അമ്മയുടെ പേര് തപ്പിപ്പിടിച്ച് നിതിന്റെ അമ്മയെ കോൾ ചെയ്യാൻ തുടങ്ങി. നിതിന്റെ അമ്മേന്റെ പേരെന്ന് പറയുന്നത് ലത എന്നുള്ളതാണ്. പക്ഷെ അമ്മയെ വേണ്ട പോലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവർ ലത എന്ന് പറയുന്ന മറ്റൊരു നമ്പർ നോക്കി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ലത എന്ന പേരിൽ
മറ്റൊരു നമ്പർ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ശരിക്കും ഈ പറഞ്ഞ നിതിന്റെ അമ്മയുടെ നമ്പർ അല്ലായിരുന്നു, നിതിന്റെ കോളേജിലെ ടീച്ചറിന്റെ നമ്പർ ആയിരുന്നു. അതെ, നിതിന്റെ അമ്മയുടെ അതേ പേര് തന്നെ നിതിന്റെ കോളേജിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നിതിന്റെ അമ്മയാണെന്ന് കരുതി അവർ നേരെ നിതിന്റെ ടീച്ചറെ വിളിക്കുകയും പണം തിരിച്ചു തരാൻ ആവശ്യപ്പെട്ട് നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. 1-2 തവണയല്ല, ഇവർ നിരന്തരമായി നിതിന്റെ ടീച്ചറായ ലതയെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതോടെ നിതിന്റെ ടീച്ചർക്ക് ഇതൊരു പ്രശ്നമായി മാറുകയും നിതിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുകയും അങ്ങനെ സ്റ്റാഫ് റൂമിൽ വെച്ച് ചില സംസാരങ്ങൾ ഉണ്ടാവുകയും ആ സംസാരം എല്ലാം നടന്നു. സ്റ്റാഫ് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നിതിൻ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്വയം ജീവനൊടുക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ തട്ടിവിട്ട കഥകളൊന്നല്ല കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. നിലവില് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആ ലോൺ ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥി ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. അതെ അതെ ആയതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു. അവർ കോൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നുവെന്നും ആ കോളുകൾ പൈസ അടയ്ക്കാത്ത പക്ഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും എന്നുള്ള ഒരു ത്രെട്ടനിങ് മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിന്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് പോലീസ് കാണുന്നത്. ഈ രണ്ട് അന്വേഷണത്തിന്റെയും അന്വേഷണ മധ്യേ ഇതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. അതിൽ ഒന്നാമതായി അവന് കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്ന ടീച്ചേഴ്സിൽ നിന്നുള്ള ടോർച്ചറിങ്, പ്രത്യേകിച്ച് റാം എന്ന് പറഞ്ഞ സാറിൽ നിന്ന് നേരിടേണ്ടി വന്ന ടോർച്ചറിങ്, രണ്ടാമത് അവന്റെ ഹണി ട്രാപ്പ് സംഭവങ്ങൾ, മൂന്നാമത് ലോൺ ആപ്പ് സംഭവങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് ചേർത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ദുരൂഹതകൾ നിതിന്റെ മരണത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ കേസ് പഠിച്ചതിൽ നിന്നും എന്റെ ഒരു നിഗമനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചേഴ്സിൽ നിന്നും അവന് നേരിടേണ്ടി വന്ന ടോർച്ചറിങ് ഒക്കെ വെറും സെക്കൻഡറി മാത്രമാണെന്നുള്ളതാണ്. കാരണം ഇതിനെ കുറിച്ച് സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവ അത്യാവശ്യം ഭയങ്കര ബോൾഡാണ്. ടീച്ചേഴ്സിനെതിരെയൊക്കെ ഇവന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് റാമിനെതിരെയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാമിന് എന്നുള്ള ടോർച്ചറിങ് കാരണം ഇവൻ ജീവൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ തന്നെ ആകണം അവനെ മാനസികമായി തളർത്തിയത്. പിന്നെ അവൻ മരിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പേ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേ സ്റ്റാഫ് റൂമിൽ വെച്ച് മറ്റുള്ള ടീച്ചേഴ്സും ഇവനെ നല്ലോണം അപമാനിച്ച് കാണണം. അതെല്ലാം കൂടി ആയപ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അവൻ ചിന്തിച്ച് കാണണം. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്തു വരട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.